പൂച്ചയ്ക്ക് പൊന്നൊരുക്കുന്നിടത്ത് എന്ത് കാര്യം അല്ലേ? ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ മുല്ലപ്പെരിയാർ ഡാമിന്റെ നിർമ്മാതാവായ പെനിക്വിക്കിന്റെ സ്മാരകം കാണാനായിട്ടാണ് പോയത്. കുമളിയിൽ നിന്നും ഏകദേശം 6 കിലോമീറ്റർ വരുമ്പോൾ തമിഴ്നാട്ടിലെ ലോവർ ക്യാമ്പ് എന്ന സ്ഥലത്താണ് ആ സ്മാരകം ഉള്ളത്. ഇന്ന് നമ്മൾ അവിടുന്ന് നേരെ ഗൂഡല്ലൂർ ഭാഗത്തേക്ക് പോവുകയാണ്. കുറച്ച് വിശാലമായ പൂപ്പാടങ്ങളും തമിഴ്നാടിന്റെ നാടൻ കാഴ്ചകളും ഒക്കെയാണ് ഈ എപ്പിസോഡിൽ. ഞാൻ അഫ്സൽ കല്ലിടുക്കൽ. ട്രാവൽ നോട്ട്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന ഓരോ പുതിയ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കാൻ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ആ ബെൽ ഐക്കൺ കൂടി ഒന്ന് എനാബിൾ ചെയ്താൽ മാത്രം മതി. ലോവർ ക്യാമ്പ് എന്ന സ്ഥലത്ത് നിന്ന് കുറച്ചുകൂടി, അതായത് ഏകദേശം ഒരു 1 കിലോമീറ്റർ മുന്നോട്ട് പോകുമ്പോഴുള്ള പാലത്തിൽ നിന്നും ലെഫ്റ്റ് സൈഡിലേക്ക് കയറിയ വഴിയാണിത്. ആ പാലത്തിൽ നിന്നൊരു പൂപ്പാടം മുൻപുള്ളൊരു വീഡിയോയിൽ കണ്ടില്ലേ, അങ്ങോട്ടാണ് നമ്മളിന്ന് പോകുന്നത്. ഒരു രക്ഷയില്ല കേട്ടോ, ഇത് കേട്ടോ, കിടിലം വ്യൂ കേട്ടോ. അയ്യോ സൂപ്പർ, ഒന്നും പറയാനല്ല, കിടിലം വ്യൂ. അയ്യോ ഞാൻ ഈ അടുത്തെങ്ങും ഇത്രയും വലിയൊരു പൂപ്പാടം കണ്ടിട്ടില്ല കേട്ടോ. നല്ല വിശാലമായൊരു പൂന്തോട്ടം. ചില സിനിമകളിലെ പാട്ട് സീനിലെ ലൊക്കേഷനൊക്കെ ഇല്ലേ, ആ ലൊക്കേഷനിലൊക്കെ നമ്മൾ നേരിട്ട് പോയൊരു ഫീല്. ആ ഒരു കോമ്പിനേഷൻ ഒന്ന് നോക്കിയേ. നല്ല നീലാകാശവും മേഘങ്ങളും മഞ്ഞ പൂപ്പാടവും ഇടയ്ക്ക മലകളും ഒക്കെ ചേർന്ന് എന്തൊരു രസമല്ലേ. ഈ പാടത്തിൻ്റെ സൈഡിൽ തന്നെ ഒരു ഷെഡുണ്ട്. നമുക്ക് ജസ്റ്റ് അങ്ങോട്ടൊന്ന് കയറി നോക്കാം. വണക്കണേ, എന്ത് പോകണത്? എவ்வளோ മാസം വേണം ഇത് പാകം? 8 മാസത്തിനുള്ളിൽ മുടിഞ്ഞിടും. ഇത് എവിടെ കൊണ്ടുപോകുന്ന മാർക്കറ്റ്? കിലോയ്ക്ക് എത്ര റേറ്റ്? 30 റുപ്പീസ് കിലോ. 30 റുപ്പീസ്. 18 പേര് വേല ചെയ്യുന്നു. ഡെയിലി വേലയാ? പൂ പറിക്കിയതൊക്കെ. നിങ്ങളുടെ പേര്? ഇതേണ്ടേ ആ ഭാഗത്തായിട്ട് കുറച്ച് പേര് നിന്ന് പൂ പറിക്കുന്നുണ്ട്. നമ്മൾ അങ്ങോട്ടൊന്ന് പോയി നോക്കാം. വണക്കം, പഴെടുക്കാം അല്ലേ? ഓരോ സൈഡിലും ഇങ്ങനെ മൊബൈലുകളിൽ തമിഴ് പാട്ടുകളൊക്കെ വെച്ച് നല്ല ആസ്വദിച്ചാണ് അവരിങ്ങനെ പൂ പറിച്ചുകൊണ്ടിരിക്കുന്നത്. എவ்வளோ മണിക്ക് സ്റ്റാർട്ട് ആയിടും? 6 മണിക്ക്. മുടിയുന്നത് 12 മണി. അക്കാ ഡെയിലി എவ்வளோ കിലോ പറിച്ചെടുക്കും? ഒരാൾ 10 കിലോ. ഇവരിങ്ങനെ പറിച്ചെടുക്കുന്ന പൂക്കൾ നമ്മൾ നേരത്തെ കണ്ട ഷെഡില്ലേ, അവിടേക്ക് കൊണ്ടുവരും. ഒരാൾ നിന്ന് നല്ലപോലെ ഇങ്ങനെ വെള്ളം തളിച്ചുകൊണ്ടേയിരിക്കും. കാതൽ മണ്ണൻ. நாட்டு மக்கள் தான் நிறைய வராங்க, குடும்பத்தோட என்ஜாய் பண்றாங்க. நீங்க தனியா வந்து என்ஜாய் பண்றீங்க. இதுல எல்லாம் ஒயிட் ரெட். அப்படியா? ഈ പ്രദേശം മൊത്തം ഇങ്ങനെ ജമന്തിയുടെ നല്ല മണമുണ്ടല്ലോ, അതിങ്ങനെ മൂക്കിലിങ്ങനെ തുളച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ കണ്ട കെട്ടിടത്തിൽ പൂവെല്ലാം പറിച്ച് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ചാക്കുകളിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. മധുരയാണ് അവരുടെ മാർക്കറ്റ്. മധുരയല്ലേ മാർക്കറ്റ് അല്ലേ? ഇവിടെ നിന്ന് എவ்வளோ ദൂരം മധുരയ്ക്ക്? എപ്പോഴാണ് സമയം? എപ്പോഴാണ് മാർക്കറ്റ് സമയം? രാവിലെയാണോ വൈകിട്ടാണോ? 24 hours. അങ്ങനെ തൽക്കാലം അവിടെ വിട്ടു. ഇനി നേരെ കൂടല്ലൂർ. നല്ല ദാഹമായി കേട്ടോ. ഇവിടെ നിന്ന് ഇനി എന്തെങ്കിലും വെള്ളം കുടിച്ചിട്ട് അടുത്ത റൈഡ്. കറിക്ക് എവിടെ റേറ്റ്? 40 ഒരെണ്ണം. ഓക്കെ, താങ്ക് യു. அக்கா பப்பாயா எவ்வளோ ரேட்டு? 30 ரூபா. என்ன பேர் சொல்லுங்க தமிழில்? பப்பாளி பழம். இது கொய்யாப்பழம். அது கொய்யாப்பழம். பேரைக்க இது சீத்தாப்பழம். இது சீத்தாப்பழம். യാത്രകൾ അത് അങ്ങനെ തന്നെയാണ്.
നമുക്ക് മനോഹരങ്ങളായ കാഴ്ചകൾ മാത്രമല്ല സമ്മാനിക്കുന്നത്, പുതിയ അറിവും പുതിയ അനുഭവങ്ങളും ഒക്കെ തന്നെയാണ് സമ്മാനിക്കുന്നത്. ഇപ്പോൾ ഈ പപ്പാളിപ്പഴവും സീതപ്പഴവും കൊയ്യാപ്പഴവും ഒക്കെ പുതിയ അറിവായി തന്നെ ഞാൻ കൂട്ടുകയാണ്. ഇന്നത്തെ കാലാവസ്ഥയൊക്കെ നല്ലതാണ് കേട്ടോ. മഴയെല്ലാം മാറി നല്ല തെളിഞ്ഞ അന്തരീക്ഷം, ആകാശമൊക്കെ കണ്ടോ, എന്ത് രസമല്ലേ. ഇതിവിടെ ഈ തമിഴ്നാട്ടിലെ സ്ഥിരം കാഴ്ചയാണ്. മുൻപിലോട്ടാഞ്ഞ് ഹാൻഡിലിൽ ഇങ്ങനെ എത്തിപ്പിടിച്ചാണ് ഇങ്ങനെ ബാലൻസ് ചെയ്ത് പോകുന്നത്. നമ്മൾ ഓപ്പോസിറ്റാണ് വരുന്നതെങ്കിൽ ഒരു പുല്ലുകെട്ട് ഇങ്ങനെ വരുന്നതായിട്ട് തോന്നും. ഒന്നുകൂടി നോക്കുകയാണെങ്കിൽ ആളിൻ്റെ തലയും കാണാം. മാത്രമല്ല നല്ല സ്പീഡിലാണ് കേട്ടോ പുള്ളി വണ്ടി വിടുന്നത്. നമ്മളിവിടെ ഗൂഡല്ലൂരെത്തി. ഇവിടെ മെയിൻ ജംഗ്ഷനിൽ തന്നെ റൈറ്റ് സൈഡിലായിട്ട് റേസിങ്ങിന് ഉപയോഗിക്കുന്ന കാളവണ്ടികൾ ഉണ്ടാക്കുന്ന ഒരു ആലയുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് അവിടുത്തെ കാര്യങ്ങൾ കണ്ടു നോക്കാം. വടക്കാണ് ഇവിടെ കാളവണ്ടി ഫുള്ളാ ഉണ്ടാക്കും. ഒരു കാളവണ്ടി ഉണ്ടാക്കുന്നതിന് എത്ര സമയം എടുക്കും? 25,000 രൂപ. അല്ല, എവിടെ നാളെടുത്തിട്ട്? 15 നാൾക്ക് ഒരു കാളവണ്ടി. ഓക്കെ ഓക്കെ ഓക്കെ. சின்ன ரேஸ் கால வண்டி. ரேஸ் கால வண்டி மட்டும். ஓகே ஓகே. பெரிய வண்டி காலையில் ആൾക്കാർ ഉപയോഗിക്കുന്നില്ല. റേസ് എവിടത്തേക്കാ കൊണ്ടുപോകണം? എവിടെ റേസ്? മേലൂർ, മധുര മാവട്ടം. 25,000 രൂപ. പെയിന്റിംഗ് എല്ലാം നിങ്ങളെ പേര്? മെസ്സി പേര്? രണ്ടുപേരും രാമറാ? അത് കൊള്ളാമല്ലോ. അണ്ണനാ? അണ്ണൻ തമ്പിയാ? അപ്പടിയാ. നമ്മുടെ വണ്ടികളുടെ ചേസ് എന്നതുപോലെ ഇതും കാളവണ്ടിയുടെ ചേസ് എന്ന് നമുക്ക് പറയാം. ഇതിലാണ് ഇനി ഇവർ വീലും മറ്റ് സാധനങ്ങളൊക്കെ വെച്ച് പിടിപ്പിക്കുന്നത്. ആലയ്ക്കകത്ത് തീ കത്തിക്കുന്ന ഭാഗത്ത് 2 പൂച്ചക്കുട്ടികൾ ഇരിക്കുന്നുണ്ടോ? കാര്യമൊന്നുമില്ല, ആ ചാരം ചെറിയ ചൂടുണ്ടാവും, അതാണ് അവരിങ്ങനെ ഇരിക്കുന്നത്. തീ കത്തി തുടങ്ങിയതോടുകൂടി അവരവിടെ നിന്ന് സ്ഥലം വിട്ടു. റേസ് കാളവണ്ടിയുടെ ഭാഗങ്ങൾ പൂർണ്ണമായിട്ടും ഇവിടെ തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഈ ഉണ്ടാക്കിയെടുക്കുന്ന റിങ്ങുകളാണ് കേട്ടോ വീലുകളുടെ പ്രധാന തടിയിൽ ഉപയോഗിക്കുന്നത്. ഇതേണ്ട ഇതുപോലെ മെയിൻ ആക്സിൽ വരുന്ന ഭാഗത്ത് തടി പിളർന്നു പോകാതിരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണിത്. മുൻപ് കേരളത്തിലും ഇത്തരം റേസിംഗ് വണ്ടികളല്ലെങ്കിലും സാധാരണ കാളവണ്ടികൾ ഉണ്ടാക്കുന്ന ഒത്തിരി ആലകൾ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോഴത് ഇല്ല എന്ന് തന്നെ പറയാം, അല്ലേ? റേസിങ്ങിനുള്ള കാളവണ്ടികളാണ് ഇവിടെ ഉണ്ടാകുന്നത്. മധുര, തിരുനെൽവേലി, തിരുച്ചി എന്നിടങ്ങളിലേക്കാണ് ഈ കാളവണ്ടികൾ കൊണ്ടുപോകുന്നത്. കുറച്ചുകൂടി മുൻപോട്ട് പോയപ്പോൾ നേരെ എതിർവശത്തായിട്ട് കണ്ടൊരു കാഴ്ചയാണിത്. കൂടുതലൊരു ഈ കുട്ടയും വട്ടിയൊക്കെ ഉണ്ടാക്കുന്നൊരു സ്ഥലമുണ്ട്. നമുക്ക് ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് നോക്കാം. ഇത് എന്നതൊക്കെ? എവിടെ പയറ് വളർത്തി? ഓക്കെ. ഘോഷയാത്രയായിട്ട് കൊണ്ടുപോകും. ഓക്കെ 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 ഓക്കെ. ഉത്സവം പോലെ, ഉത്സവം മാതിരി, അതൊക്കെ വേണ്ടി. ഇത് എവിടെ റേറ്റ്? 10 ഉണ്ടാക്കും. ഈ ഗൂഡല്ലൂർ തന്നെയുള്ള ഷാലിമാർ സ്റ്റോർ എന്ന കടയിലാണ് ഇങ്ങനെ കുട്ടകളും വണ്ടികളും ഒക്കെ അവിടെ തന്നെ ഉണ്ടാക്കി വിൽക്കുന്നത്. ഈ കൂട ഉണ്ടാക്കുന്നത് നല്ല കൗതുകം തോന്നിയത് കൊണ്ട് ഒരു കൂട ഉണ്ടാക്കുന്നത് ആദ്യം മുതൽ തന്നെ ഞാനിങ്ങനെ വെറുതെ കണ്ടുകൊണ്ടേയിരുന്നു കുറേ നേരം. പഴമ ഇഷ്ടപ്പെടുന്നവർക്ക്, അതായത് ഈറ്റമുള കൊണ്ടുണ്ടാക്കിയ തനി നാടൻ വീട്ടു സാധനങ്ങളും ഈ ഷോപ്പിൽ നിന്ന് തന്നെ കിട്ടും. ഇത് കണ്ടോ, ഇത് കോഴിയും കോഴിക്കുഞ്ഞുങ്ങളെയും വളർത്തുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു കുട്ടയാണിത്. കുഞ്ഞു കുഞ്ഞു കോഴി. എനിക്ക് വേണം, ഞാൻ എപ്പോഴും കൊണ്ടുപോകും, ബൈക്കിൽ കൊണ്ടുപോകും. അപ്പോൾ ഇതൊക്കെയാണ് ഗൂഡല്ലൂരിലെയും തമിഴ്നാട്ടിലെയും ഒക്കെ ഗ്രാമാന്തരീക്ഷവും ഗ്രാമത്തിലെ കാഴ്ചകളും ഇതൊക്കെയാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ മറ്റ് സുഹൃത്തുക്കൾക്ക് കൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ഇനിയും ഇതുപോലെ സാധാരണ കാഴ്ചകളുമായി ഒത്തിരി വീഡിയോകളുണ്ടാകും. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ മാത്രം മതി.
ഞാൻ ഓരോ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോഴേക്കും നിങ്ങൾക്ക് അത് നോട്ടിഫിക്കേഷനായി കിട്ടും. സോ പുതിയ വീഡിയോകളുമായി വീണ്ടും വരുന്നവരെ സൈനിങ് ഓഫ്.